ഇന്ന് ദുഃഖശനി. നാളെ ഈസ്റ്ററിന് വേണ്ടിയിട്ടുള്ള താറാവും മീനും ഇറച്ചിയൊക്കെ മേടിക്കാൻ വേണ്ടി ഞാനും ലിയയും കൂടെ രാവിലെ ഇറങ്ങി. അന്നക്കുട്ടിക്ക് താറാവ് ഇഷ്ടമാണ്. അപ്പോൾ താറാവ് വാങ്ങി നേരെ പൂങ്കാവ് ചന്തയിൽ വന്നു. വലിയൊരു സ്രാവ് വാങ്ങി അവിടെ നിന്ന് നേരെ പൂങ്കാവ് ഹൈവേയിലുള്ള കുഞ്ഞോൻ ചേർന്ന് ഇറച്ചിക്കടയിലേക്ക് വന്നു. സ്ഥിരം അവിടെ നിന്നാണ് ബീഫ് വാങ്ങുന്നത്. നല്ല ബീഫാണ് കേട്ടോ. അപ്പോൾ ബീഫ് വാങ്ങി, പിന്നെ ചിക്കനും. ഞങ്ങളെ പെരുന്നാളിലേക്ക് പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് കരള്. ലിയയ്ക്ക് അത് പ്രത്യേകിച്ച് ഇഷ്ടമാണ്. കരളും വാങ്ങി. പിന്നെ ഞങ്ങൾ നാളത്തേക്കുള്ള പ്രിപ്പറേഷനിലാണ്. ഞങ്ങൾ പാതിരാ കുർബാനയ്ക്ക് പോവുകയാണ്. ഈസ്റ്റർ പാതിരാ കുർബാനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് സമയമുണ്ട്. സാധാരണ ഒരു കുർബാനയല്ല. പാതിരാ കുർബാന തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും അധികം കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അത് വേറൊന്നുമല്ല, ഒന്നാം വായന. ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്നൊരു ശബ്ദമാണ് ഒന്നാം വായനയിൽ ജോസ് സാറിൻ്റെത്. ഈ വായന കേൾക്കുമ്പോൾ ഈസ്റ്റർ കുർബാനയുടെ വൈബ് വേറൊരു ലെവലിലേക്ക് വരും. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളി ചെയ്തു, വെളിച്ചം ഉണ്ടാവട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി, പ്രഭാതമായി, ഒന്നാം ദിവസം. കുർബാനയ്ക്ക് കഴിഞ്ഞ് പ്രദക്ഷിണമുണ്ട്. ഈ വർഷം പള്ളിയിൽ ഈസ്റ്റർ മുട്ട ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അന്നക്കുട്ടിക്ക് അത് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കിട്ടുമെന്ന കാര്യം സംശയമായിരുന്നു. കാരണം ഞങ്ങളുടെ ഒരു വലിയ ഇടവകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ തികയത്തില്ല. അതുകൊണ്ട് അച്ഛൻ കൊച്ചു കുട്ടികൾക്ക് മാത്രമാണ് ഇത്തവണ ഈസ്റ്റർ മുട്ട കൊടുത്തത്. അന്നക്കുട്ടി ഓടിപ്പോയി ഈസ്റ്റർ മുട്ട വാങ്ങി വരുന്നുണ്ട്. ഈസ്റ്റർ മുട്ട കിട്ടിയതിൻ്റെ സന്തോഷം അന്നക്കുട്ടിയുടെ മുഖത്ത്. കുർബാനയൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും ഈസ്റ്റർ ആശംസകളൊക്കെ അറിയിച്ച് രൂപമൊക്കെ മുത്തി നേരെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് കയറി കിടന്ന് ഉറങ്ങും. രാവിലെ എഴുന്നേറ്റ് പച്ചറൊട്ടിയും ബീഫ് സ്റ്റൂവും മോളിയമ്മ നല്ല ചൂടോടെ ചിക്കൻ വറുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ വിഭവങ്ങളെല്ലാം റെഡിയായി. താറാവ്, ബീഫ്, ചിക്കൻ, കരള്, തോരൻ, മീന്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ഈസ്റ്റർ ദിനം ആഘോഷമാക്കുകയാണ് ഞങ്ങൾ. ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾ എല്ലാവരും കൂടെയാണ്. ഇന്ന് മൂത്ത അളിയനും പെങ്ങളും മക്കളും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഈ ആഘോഷങ്ങൾ അവസാനിക്കുന്നത് ബീച്ചിലാണ്. എല്ലാവരും ബീച്ചിലൊക്കെ പോയി ആഘോഷിച്ച് തിരിച്ചു വരും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ആശംസകൾ നേരുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.